ലാൻഡ് സർവേ ശരി ലാൻഡ് സർവേ എന്ന് പറഞ്ഞ് കുറേ പേര് വന്നു. മോനെ വിളിക്കണം കറക്റ്റ് സമയമായിട്ട് 3:30 ആയപ്പോൾ വിളിച്ച് വന്നിട്ട്. അപ്പോൾ എന്നോട് അനിയൻ്റെ അവിടെ ഏതാണ്ട് ലാൻഡ് സർവേ മെഷർമെൻറ്റ് എടുക്കാൻ വന്നത്. അവരെന്നാ മെഷർമെൻറ്റ് എടുക്കണേ, ഉടമസ്ഥനൊന്നുമില്ല. അവർ വന്നിച്ച് എങ്ങാണ്ടൊക്കെ കുത്തിയേച്ച് അവർ ഇത് മതിലല്ലേ, ഇത് തീർന്നു അവിടെ തീർന്നു പോയത്. 4 അതിരും നോക്കാതെ ചുമ്മാ ഏതാണ്ടൊക്കെ ചെയ്ത് ഇവന്മാർ എന്നാ ലാൻഡ് സർവേ ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെ ഒരു CPIയുടെ ഒരു ഇതന്നെ വല്ല കൊള്ളസങ്കേതമാണോ നടത്തണേ? CPI അവിടെ ഇത് ലാൻഡ് റവന്യൂ ഇത് നടത്തണേ, കൊള്ളസങ്കേതം നടത്തണമല്ലേ. ഉടമസ്ഥനെ അറിയിച്ചിട്ടില്ല, ആരും അറിയിച്ചിട്ടില്ല. അവർ പറമ്പിൽ വന്ന് എങ്ങാണ്ടൊക്കെ കുത്തി. അപ്പോൾ ബ്രദറിൻ്റെ വൈഫ് വിളിച്ചു പറഞ്ഞ് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിലൊന്നും ഈ മെഷർമെൻ്റ് എടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്യാനുണ്ട്. കല്ലുകൾ കിടക്കണതൊക്കെ നോക്കി ക്ലിയർ ചെയ്യണ്ടേ. ഇതൊന്നും ഇല്ലാതെ ചുമ്മാ കുമാർ വന്നിട്ട് അവിടെ ഇവിടെ കുത്തിച്ച് അവർ സ്വന്തമായിട്ട് ഡ്രോയിങ് ഉണ്ടാക്കാൻ നടക്കുക. റീസർവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പരിപാടി അവർ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മെഷീൻ വെട്ടുന്നവരോട് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാനായിട്ട്, അതിര് ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കല്ലുകൾ ക്ലിയർ ചെയ്യാനായിട്ട്. അല്ലാതെ എങ്ങനെ മെഷർമെൻറ്റ് എടുക്കണം? എൻ്റെ കയ്യിൽ ഫുൾ മെഷർമെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. പണ്ട് ഇവിടെ വില്ലേജ് ഓഫീസറും കോലഞ്ചേരിയിൽ നിന്നുള്ള 5 വില്ലേജുകാരും കൂടെ വന്നിട്ട് ഫുള്ളായിട്ട് എൻ്റെ അനിയനും കൂടി മറ്റേ പ്ലോട്ട് തിരിച്ച് എൻ്റെ ഫുൾ ഡ്രോയിങ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഫുൾ ഡ്രോയിങ് മെഷർമെൻറ്റും ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇവർ ചുമ്മാ ഇത് വെച്ച് നോക്കണേന്ന്, അതിൻ്റെ അകത്ത് പല ഡീവിയേഷൻ ഇതൊന്നും അവർ നോക്കണില്ല. ചുമ്മാ ഇവരെന്ത് സർവേ ഇവർ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പണ്ട് ഞാൻ റീസർവേ ഞാൻ പോന്നിട്ടുണ്ട് 1991 കെ എം മാണി മറ്റേ റവന്യൂ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ റീസർവേ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ഒരാൾ വന്ന് മെഷർമെൻറ്റ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഫുൾ മെഷർ ചെയ്ത് കൃത്യമായിട്ട് എടുത്തുകൊണ്ട് പോയി. ഇത് ചുമ്മാ ഏതാണ്ട് എന്തോ രായസം ഉണ്ടാക്കാനായിട്ട് നടക്കണം. ആളുകളുടെ പ്ലോട്ട് എന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്യേണ്ട സാധനങ്ങൾ ചുമ്മാ എന്തോ രായസം ഉണ്ടാക്കാനായിട്ട് അവർ നടക്കണം. ഞാൻ 91 അന്ന് ഒരു റീസർവേ ഉണ്ടായിരുന്നു. റീസർവേ അല്ലായിരുന്നു, അന്ന് ഒരു പോക്കുവരവ് റീസർവേ അങ്ങനെ ഏതാണ്ട് 91 93 ഞാൻ കെ എം മാണി മിനിസ്റ്റർ ആയിരുന്നപ്പോൾ കാലത്താണ് നടന്നത്. അന്ന് ഞാൻ 2 ദിവസം അവരുടെ കൂടെ നടന്ന, ഞാൻ റോയ് കൊച്ചപ്പനും ഞാൻ ഒരു ദിവസം, ഞാൻ 3 ദിവസം, രാജു കൊച്ചപ്പൻ ഒരു ദിവസം, 3 ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഈ എല്ലാ പ്ലോട്ടും, അതായത് എൻ്റെ പ്ലോട്ടും കൊച്ചപ്പൻ്റെ പ്ലോട്ടും മറ്റേ നടന്ന അന്ന് ഞാൻ കണ്ടതാണ് റീസർവേ. നല്ല കൃത്യമായിട്ട് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ഫുൾ മെഷർ ചെയ്ത് കൃത്യമായിട്ട് ടാബുലേറ്റ് ചെയ്ത് പഴയ ഡ്രോയിങ് ആയിട്ട് റീചെക്ക് ചെയ്ത്. ഇത് ചുമ്മാ ഒരു സാറ്റലൈറ്റ് ഇതും കൊണ്ട് വന്നേച്ച് ഏതാണ്ട് ഇവന്മാരെ എന്ത് സർവേ ചെയ്യാൻ പോണേ. ഇത് ഒരു മാങ്ങാത്തൊലി അറിയില്ലാത്ത കുറേ പേര്, 2 പെൺകുഞ്ഞുങ്ങൾ ഒരു മുന്തും അറിയാൻ പാടില്ല. അവർക്ക് അതിൻ്റെ ഡ്രോയിങ് എവിടെയാണ്, അതിൻ്റെ പ്ലോട്ടിന് ഉടമസ്ഥൻ ആരാണ്, അതിൻ്റെ സ്ഥലം എവിടെയാണ്, അതിനെ ഒന്നും അവർക്ക് അറിയാൻ പാടില്ല. അവർ ചുമ്മാ അവിടെ ഇവിടെ കുത്തിയേച്ച് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ അഭ്യാസം എന്തിനാ കാണിക്കണേ? ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് മെഷർമെൻറ്റ് പോയിൻ്റ് ബൈ പോയിൻ്റ് പഴയ ഡ്രോയിങ് ആയിട്ട് റീചെക്ക് ചെയ്ത് ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ചെയ്ത് ഉണ്ടാക്കണം. ഇത് എന്നാ കോപ്പുണ്ടാക്കിക്കൊണ്ടെടുക്കുക അവർ. റീസർവേ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പഴയ ഡ്രോയിങ്സിൽ മെഷർമെൻറ്റ്സ് ഉണ്ട്. അതും ഇപ്പോൾ പുതിയ അവകാശികൾ ഇപ്പോൾ ഒരു പഴയ പ്ലോട്ട് ഓൾറെഡി അതിൻ്റെ ഫുൾ മെഷർമെൻ്റ് ഉണ്ട്. പുതിയ പ്ലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേക്കണമുള്ള മെഷർമെൻ്റ് ഉണ്ടാവും. കല്ലുകൾ കാണും, അത് വെച്ച് ക്ലിയർ ആക്കണം. അത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഞാനും ബ്രദറും തമ്മിൽ തിരിച്ചേക്കണതിൻ്റെ ഫുൾ ഡ്രോയിങ് വില്ലേജുകാർ പ്രിപ്പയർ ചെയ്ത് എൻ്റെ കയ്യിലുണ്ട്, എല്ലാ പ്ലോട്ടിൻ്റെ. ഇവർ ചെയ്യണം ആ മെഷർമെൻ്റ് ആയിട്ടൊന്ന് വെരിഫൈ ചെയ്യേണ്ടതേ ഉള്ളൂ എനിക്ക്. കാരണം എൻ്റെ കയ്യിൽ മെഷർമെൻ്റ് ഉണ്ട്, പ്ലോട്ട് ബൈ പ്ലോട്ടിൻ്റെ എല്ലാ സൈഡിലെയും മെഷർമെൻറ്റ്, അത് പോയിൻ്റ് ബൈ പോയിൻ്റ്. എന്തെങ്കിലും ഡീവിയേഷൻ അടക്കം ഒരു മാർക്ക് ചെയ്ത് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഡ്രോയിങ്ങിൽ. ബാഗോടമ്പടി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. ബാഗോടമ്പടി എൻ്റെ അനിയൻ്റെ വന്നതുകൊണ്ട് അത് ഫുള്ളായിട്ട് നമ്മുടെ കയ്യിൽ അതിൻ്റെ ഇത് വന്നു, ഡ്രോയിങ്സ് വന്നു.
ഇതെന്ന് ഇവന്മാർ ഇവർക്ക് ഈ ആഴ്ച ഇവിടെ തീർത്തിട്ട് അങ്ങോട്ട് പോകണമെന്ന് ഇതന്നെ തീർത്തിട്ട് പോകാനും ഒരു കാര്യം ക്ലിയർ ആയിട്ട് തീർക്കില്ല വേണ്ട, അല്ലാണ്ട് തീർത്തിട്ട് അങ്ങോട്ട് ഓടാനുണ്ടെന്ന് അങ്ങോട്ട് ഓടാനുണ്ടെങ്കിൽ അവർ ഇതന്നെ 2 ആഴ്ചക്കുള്ളിൽ തീർത്ത് കേരളം മുഴുവൻ തീർത്ത് കമ്പ്യൂട്ടറിലാക്കിയിട്ട് കോപ്പി ചെയ്യാൻ നടത്താൻ ഇവിടെ നടക്കണേ. ഇത്രയും ഈ CPM മറ്റേ ഇയാൾ പോയതോടുകൂടി മറ്റേ ആ വെളിയം ഭാർഗവനും മറ്റേ ആളും മറ്റേ വേറെ ഒരാളുണ്ടായിരുന്നല്ലോ, വെളിയവും ചന്ദ്രപ്പനും പോയോട് അത് കച്ചട പാർട്ടിയായി പോയ CPM അല്ല CPI പണ്ടേ കച്ചറ ആയായിരുന്നല്ലോ. അല്ല CPM പണ്ടേ കച്ചറ ആയിരുന്നു. CPI ആ വെളിയം ഭാർഗവനും മറ്റേ ആളുണ്ടായിരുന്ന ആളും ഒരു വലിയ കുഴപ്പമില്ലായിരുന്നു. വെളിയവും അത് കഴിഞ്ഞ് വേറൊരാളുണ്ടായിരുന്നല്ലോ ചന്ദ്രപ്പൻ, അത്രയും നാൾ വലിയ കുഴപ്പം. ഇപ്പം അതും കച്ചറയായി. അപ്പോൾ അവരാണിപ്പോൾ റവന്യൂ നോക്കണേ. ഞാൻ KM മാണിയുടെ കീഴിലുള്ള റവന്യൂ വകുപ്പ് ഇവിടെ റീസർവേ ഇങ്ങനെ കണ്ടതാണ്, ഇങ്ങനെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെന്നുള്ളത്. ഇത് കോപ്പി ചെയ്യാൻ നടക്കണ അവർ. ഞാനവിടെ ചെന്നില്ലായിരുന്നു. അവിടുത്തെ എൻ്റെ പ്ലോട്ടും കൂടെ അളന്നിട്ട് അവർ പോയതിനെ മെഷർമെൻറ്റ് ഉണ്ടാക്കി. അത് ആകാശത്ത് നിന്ന് അളന്നേച്ച് മെഷർമെൻറ്റ് ഉണ്ടാക്കി പോകണേ. എന്നെ ഉടമസ്ഥനെ പോലും വിളിച്ചിട്ടില്ലാന്നേ. പ്ലോട്ടിൻ്റെ ഉടമസ്ഥൻ ഒരു നമ്മുടെ അനിയനെ ഒരു പുള്ളി അവിടെ സ്ഥലത്തില്ല. എൻ്റെ ആദ്യം ഒരു പ്ലോട്ട് അവർ അളക്കാൻ വന്നേ. അതിൽ ഒരു ഉടമസ്ഥൻ സ്ഥലത്തില്ല. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചിനെ വിളിക്കാനായിട്ട് പോയേക്കാണ്. അവരളന്നേച്ച് പോകാൻ പോകാമെന്ന്. അല്ല അധോലോകത്തിന് ചേർന്നോന്ന് എനിക്ക് സംശയന്മാരൊക്കെ കൂടി. ഇപ്പം CPM CPI കൂടെ കേരളത്തിൽ അധോലോകം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാസ്റ്റേഴ്സും ഡോക്ടറേറ്റും ഗ്രാജുവേഷൻ നേരത്തെ കിട്ടിയത്. അപ്പം മാസ്റ്റേഴ്സും ഡോക്ടറേറ്റൊക്കെ നോക്കിക്കൊണ്ട് കൊടുക്കുക അധോലോകത്തിന്. ഉടമസ്ഥനെ വിളിക്കാതെ അവന്മാർ ഇതെടുക്കാൻ പോകണു. ഉടമസ്ഥനെ തന്നിട്ടില്ല. അവർ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്ത് അതിനകത്ത് മെഷർമെൻറ്റ് കയറ്റിക്കൊണ്ട് പോകാൻ പോകും. ഗ്രാമസഭയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രാമസഭയിലെ മാങ്ങാത്തൊലിയിലാണ് പറഞ്ഞിരുന്നത്. ഗ്രാമസഭയിൽ കുഞ്ചാച്ചനെ വിളിച്ച് ചോദിച്ചാൽ അറിയാമല്ലോ. കുഞ്ചാച്ചൻ എല്ലാ ഗ്രാമസഭയിലും പോകണം. ഏത് ഗ്രാമസഭയിലാണ് പറഞ്ഞതെന്നുള്ളത്.